നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ലല്ലോ. മാസ്റ്റർ, ഞാനിന്ന് മാസ്റ്ററിന്റെ കൂടെ ഉറങ്ങിക്കോട്ടെ? എന്തിനാ മോളെ അനുവാദം ചോദിക്കുന്നത്? ഇന്ന് ഉറപ്പായിട്ട് നമുക്ക് ഇവിടെ കിടന്നുറങ്ങാം, പോരെ? ചെറിയച്ചമ്മ, മാസ്റ്റർ പറഞ്ഞു കേട്ടല്ലോ, ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് ഇവിടെ ഉറങ്ങുന്നത്. ചെറിയച്ചമ്മ മുറി പോയി ഉറങ്ങാൻ നോക്ക്. ആയിക്കോട്ടെ, ഞാൻ പോയി തന്നേക്കാവേ. മാസ്റ്ററെ, കൈയാണിച്ചേ ഒന്ന് നോക്കട്ടെ. അയ്യോ, പതുക്കെ. വേദനയുണ്ടോ മാസ്റ്ററിന്? വേദന ഉണ്ടോന്ന് ചോദിച്ചാ ചെറിയ വേദനയുണ്ട്. എങ്കിലേ ഞാൻ തടവി തരാം കേട്ടോ. ഭയങ്കര വേദനയുണ്ടോ? മോള് തടവിയപ്പോ മാസ്റ്ററിന്റെ വേദനയെല്ലാം പമ്പ കടന്നു. മതി മോളെ തടവിയത്. ഇപ്പൊ മാസ്റ്ററിന്റെ വേദനയൊന്നുമില്ല. മാസ്റ്ററെ, ഇനി എന്നും മാസ്റ്ററിന്റെ കൂടെ ഈ വീട്ടിൽ തന്നെ നിക്കോ? അതിനെന്താ, ഇനി മോൾ എവിടെയാണോ അവിടെ തന്നെ ഞാനും ഉണ്ടാവും. അതുപോരെ? മതി, അത് മതി. മാസ്റ്ററിന്റെ അസുഖമെല്ലാം മാറിക്കഴിഞ്ഞിട്ട് എന്നും മാസ്റ്റർ വേണം എന്നെ സ്കൂളിൽ കൊണ്ടുപോവാൻ. അതിനെന്താ, മാസ്റ്റർ സ്കൂളിൽ പോകാൻ തുടങ്ങിയ ഞാൻ എന്റെ ബൈക്കിലിരുത്തി മോളെ സ്കൂളിൽ കൊണ്ടുപോകും. അത് സൂപ്പർ ആയിരിക്കും. ഞാനങ്ങനെ ബൈക്കിന്റെ മുമ്പിൽ ഇരുന്ന് സ്കൂളിൽ പോയിട്ടേ ഇല്ല. എല്ലാ കുട്ടികളുടെ അച്ഛന്മാരും അവരുടെ ബൈക്കിന്റെ മുമ്പിൽ ഇരുന്ന് സ്കൂളിൽ കൊണ്ടുവിടും മാസ്റ്റർ. എന്നെ എങ്ങനെ കൊണ്ടുപോവാൻ? എനിക്ക് അച്ഛനില്ലല്ലോ. അച്ഛനുണ്ടെങ്കിലല്ലേ മക്കളെ എങ്ങനെ സ്കൂളിൽ കൊണ്ടുപോകും? മോള് അച്ഛനില്ല എന്ന് പറഞ്ഞ് വിഷമിക്കണ്ട. ഇപ്പൊ ഞാനുണ്ടല്ലോ മോളെ സ്കൂളിൽ കൊണ്ടുപോവാൻ. നമ്മൾ ഇനി എല്ലാ ദിവസവും ബൈക്കിലായിരിക്കും സ്കൂളിൽ പോകുന്നത്. ഓക്കേ മാസ്റ്റർ. ഓക്കേടാ. ആ, മതി മതി, ഇനി ഉറങ്ങാം. ഉറങ്ങാം. എന്നാ മോള് കിടന്നോ. മാസ്റ്ററും കിടക്ക്. എന്നാ മോള് കയറി കിടന്നോ. മാലിനി മോളെ, വേഗം ഇങ്ങോട്ട് വാ. സമയം എത്രയെന്നറിയൂ? വരുന്നച്ചമ്മേ. സ്കൂളിലേക്കല്ലേ പോണത്, ഫാഷൻ ഷോയ്ക്കൊന്നും അല്ലല്ലോ. ഒരുങ്ങാൻ എത്ര സമയം വേണം? അതെ, ഒരുങ്ങി സുന്ദരിയാവാതെ എനിക്ക് സ്കൂളിലൊന്നും പോകാൻ പറ്റില്ല. അതിന് കുറച്ച് സമയം എടുക്കും, കേട്ടല്ലോ. റെഡിയായോ? എങ്കിൽ പിന്നെ നമുക്ക് ഇറങ്ങാം. ലക്ഷ്മി മോളെ, ഞാൻ സ്കൂളിൽ കൊണ്ടാക്കിക്കൊള്ളാം. നീ ഇവിടുത്തെ നിന്റെ കാര്യങ്ങൾ നോക്ക്. ഇല്ല, എന്റെ ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞു. ഞാൻ കൊണ്ടുപോയി ആക്കിക്കോളാം മോളെ. ഞാൻ മോളെ കൊണ്ടാക്കാനായി റെഡിയായിട്ട് തന്നെയാ വന്നത്. നീയും കൂടി അതിനു വേണ്ടി മെനക്കെടണ്ട. ഞാൻ കൊണ്ടുപോയിക്കോളാം. എന്തായാലും ഞാൻ റെഡിയായിട്ട് വന്നതല്ലേ. വയ്യാത്ത അച്ഛമ്മ എന്തിനാ മെനക്കെട്ട് പോകുന്നേ? ഞാൻ പോയിട്ട് വരാന്നേ. ഈ വയ്യാത്ത ഞാൻ തന്നെയാണല്ലോ പലപ്പോഴും മോളെ വിളിക്കാനും കൊണ്ടാക്കാനും ഒക്കെ പോയിരുന്നത്. ഇനി അങ്ങോട്ടും ഞാൻ തന്നെ എല്ലാ ദിവസവും അങ്ങനെ ചെയ്തോളാം. വാ മോളെ, നമുക്ക് പോവാം. അതെ, ഇനി അങ്ങോട്ട് മോളെ എന്നിൽ നിന്ന് അകറ്റാൻ വേണ്ടിയാണോ സ്കൂളിൽ പോലും കൊണ്ടുപോകണ്ടെന്ന് തീരുമാനിച്ചത്? അങ്ങനെ തോന്നിയെങ്കിൽ അത് തിരുത്താൻ വരുന്നില്ല ഞാൻ. എന്തായാലും ഇനി അങ്ങോട്ട് മോളെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കുകയും വിളിച്ചോണ്ട് വരികയും ചെയ്തോളാം. എന്താ ഒരു തർക്കം? ഞാൻ മോളെ സ്കൂളിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞപ്പോ നിന്റെ അച്ഛമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇനി അങ്ങോട്ട് ആ ജോലി ഞാൻ ചെയ്യണ്ടെന്നാ നിന്റെ അച്ഛമ്മയുടെ തീരുമാനം. ഞാൻ മോളെ സ്കൂളിൽ കൊണ്ടാക്കിയെന്ന് കരുതി ആകാശമൊന്നും ഇടിഞ്ഞു വിടാൻ പോകുന്നില്ലല്ലോ. ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ല. പക്ഷെ ലക്ഷ്മി അമ്മ മോളെ കൊണ്ടാക്കണ്ട. ഇപ്പൊ സമാധാനമായല്ലോ, ഒരു തീരുമാനമായില്ലേ? മഴമോളെ വാ, നമുക്ക് സ്കൂളിലേക്ക് പോവാം. വേണ്ട, ഇനി അങ്ങോട്ട് മഴ മോളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഡ്യൂട്ടി ഞാൻ ചെയ്തോളാം. ഞാൻ തന്നെ മോളെ വിളിച്ചോണ്ടും വന്നോളാം. ആരും അതിനുവേണ്ടി മെനക്കെടണ്ട. ഇനി അങ്ങോട്ട് നിങ്ങളൊക്കെ അവരവരുടെ ഡ്യൂട്ടി ചെയ്താൽ മതി. സുന്ദരി, നീ ഈ ഓഫീസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ് ഓടുന്നതിനിടയില് എങ്ങനെയാ മോളെ? ഓഫീസിനെക്കാളും ഡ്യൂട്ടിയെക്കാളും എനിക്ക് വലുത് എന്റെ മോളുടെ കാര്യമാണ്. ഞാൻ നോക്കിക്കോളാം അത്. മോള് വന്നേ, അമ്മ സ്കൂളിൽ കൊണ്ടാക്കാം.
ഇന്നെനിക്ക് ഒരുപാട് ഹാപ്പിയായി. പോവാം. പോവാ. ആ, അച്ഛമ്മ പിണങ്ങണ്ട, അമ്മയും പിണങ്ങണ്ട. എനിക്ക് അസൗകര്യം ഉള്ളപ്പോ ഞാൻ നേരത്തെ പറയാം. അപ്പൊ മാത്രം നിങ്ങൾ ഈ ജോലി ചെയ്താൽ മതി. വാ മോളെ. ശരത്തേട്ടൻ ആഗ്രഹിക്കുന്നത് പോലെ സുന്ദരി ഒരിക്കലും ശരത്തേട്ടൻ വാങ്ങിക്കൊടുത്ത സാരി ഉടുത്തു വരാൻ പോകുന്നില്ല. പക്ഷെ ശരത്തേട്ടനെ ഞാനാ ഞെട്ടിക്കാൻ പോകുന്നത്. ഒരിക്കൽ ദേവിയേച്ചിയുടെ സാരി ഞാൻ എടുത്തുകൊടുത്തതിന് ഉറഞ്ഞു തുള്ളിയ ആളാണ് ശരത്തേട്ടൻ. പക്ഷേ അന്ന് ഞാൻ ചെയ്തത് ഒരു തെറ്റാണെങ്കിൽ ആ തെറ്റ് ഞാൻ ഇനിയും ആവർത്തിക്കും. നാളെ ദേവി ചേച്ചിയുടെ പിറന്നാൾ ഫംഗ്ഷനിൽ ഞാൻ ദേവി ചേച്ചിയുടെ സാരി ഉടുത്തു നിന്ന് കേക്ക് മുറിക്കും. ദേവി ചേച്ചിയുടെ സ്ഥാനത്ത് ശരത്തേട്ടൻ എന്നെ കാണേണ്ടി വരും. അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ ആ മനസ്സിലേക്ക് കുടിയേറും. ശ്രുതി, നീ എന്തിനാ ശ്രുതി ഈ സാരി എടുത്തത്? ശരത്തേട്ടൻ തന്നെ ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. എന്തിനായിരിക്കും ദേവി ചേച്ചിയുടെ സാരി ഞാൻ എടുത്തത്? അത് നിന്നോട് ഞാനല്ലേ ചോദിച്ചത്, എന്തിനാ എടുത്തതെന്ന്? വേറൊന്നുമല്ല ശരത്തേട്ട, നാളത്തെ ഫംഗ്ഷന് ഞാൻ ദേവി ചേച്ചിയുടെ സാരിയെ ഉടുക്കാൻ പോകുന്നത്. ദേവിയുടെ സാരിയിലും ആഭരണങ്ങളിലും തൊട്ടു പോരെന്ന് ഞാൻ പറഞ്ഞതല്ലേ? പറഞ്ഞ മനസ്സിലാവില്ല നിനക്ക്? നിനക്ക് ആവശ്യത്തിലധികം സ്വാതന്ത്ര്യം ഞാൻ ഈ വീട്ടിൽ തന്നിട്ടുണ്ട്. അതെ, എന്റെ സ്വകാര്യതകളിൽ കൈകടത്താനുള്ളതല്ല, ഓർത്തോ? ഞാനൊരു വട്ടം ഈ സാരി ഉടുത്തെന്ന് കരുതി എന്ത് സംഭവിക്കാനാ ശരത്തേട്ട? ഈ സാരി ഉടുത്താ നിനക്കൊന്നും സംഭവിക്കില്ലായിരിക്കും, സാരിക്കും ഒന്നും സംഭവിക്കില്ലായിരിക്കും. സംഭവിക്കുന്നത് മുഴുവൻ എന്റെ മനസ്സിനായിരിക്കും. തുറന്നു തന്നെ ഞാൻ നിന്നോട് പറയാം, ദേവിയുടെ സാരി ഉടുത്തത് കൊണ്ടോ ആഭരണങ്ങൾ എടുത്ത് അണിഞ്ഞത് കൊണ്ടോ ഒരിക്കലും നിനക്ക് ദേവിയായി മാറാൻ കഴിയില്ല. നീ എന്തിനാ ദേവിയായി മാറാൻ ശ്രമിക്കുന്നത്? നിനക്ക് നീയായി തന്നെ നിന്നാ പോരെ? ഞാൻ നിനക്ക് വാങ്ങിക്കൊടുന്ന സാരിയില്ലേ, നിനക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞതല്ലേ? നാളത്തെ ഫംഗ്ഷന് നിനക്ക് ആ സാരി ഉടുത്ത് നിൽക്കാലോ, അതിനെന്താ കുഴപ്പം? അപ്പോ ഞാൻ ആ സാരി ഉടുത്ത് നിൽക്കുന്നതാ ശരത്തേട്ടന് ഇഷ്ടം അല്ലേ? എന്റെ ഇഷ്ടം എന്തോ ആയിക്കോട്ടെ. എന്തായാലും നീ ദേവിയുടെ സാരി ഉടുക്കണ്ട, ഞാൻ വാങ്ങിക്കുന്ന ആ സാരി ഉടുത്താ മതി. ശരത്തേട്ടന്റെ ഇഷ്ടം അതാണെങ്കിൽ ഞാൻ അതേ ഉടുക്കുന്നുള്ളൂ. അത് മതി എനിക്ക്. ശരത്തേട്ടൻ ഇത് എവിടെ പോവാ? മോനെ സ്കൂളിൽ കൊണ്ടാക്കണ്ടേ? അവ റെഡിയായോ? അവൻ എപ്പോഴേ റെഡിയായി നിക്ക. ഒരു കാര്യം ചെയ്യാൻ ശരത്തേട്ടാ, മോനെ ഞാൻ കൊണ്ടാക്കാം. അത് വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. എനിക്ക് സുന്ദരി ഒന്ന് കാണണം. സുന്ദരിയോട് സ്കൂളിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. നീ ചെന്ന് അമ്മയോട് ടിഫിനൊക്കെ എടുത്ത് വെക്കാൻ പറ, ഞാനിപ്പോ റെഡിയായി വരാം. സുന്ദരിയെ കാണുന്നത് എന്തിനാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നാളത്തെ ഫംഗ്ഷന് അവളെ കൂടി ക്ഷണിച്ചു വരുത്താനല്ലേ? ഏട്ടൻ വാങ്ങിക്കൊടുത്ത സാരി ഉടുത്തുകൊണ്ട് വരണമെന്ന് പറയാനല്ലേ? അവൾ വന്നാലും ശരി, ആ സാരി ഉടുത്തുകൊണ്ട് വരില്ല, അതുറപ്പാ. മോളെ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഫ്രണ്ട്സിനോടൊക്കെ ഇനി നല്ല സ്നേഹത്തിൽ മാത്രമേ പെരുമാറാവൂ. ഓക്കെ അമ്മുട്ടി. അമ്മുട്ടി ഇങ്ങ് വന്നേ.
ഉമ്മ. ബൈ അമ്മൂട്ടി. ഡാ, ദേ മഴയുടെ അമ്മ. ബൈ അച്ഛാ. ബൈ. മഴയുടമേ, മഴ ക്ലാസ്സിലേക്ക് പോയോ? പോയി. ബൈ മഴയുടമ്മ. ഇനി സാറിന്റെ വിഷയം പറ. ഒറ്റ ചോദ്യം, നാളെ ഈവനിങ് സുന്ദരി ഫ്രീ ആണോ?